4.5 ലക്ഷം റാങ്കിലും ഒരു കേരള MBBS സീറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. കാറ്റഗറികൾക്ക് യാതൊരു വിധത്തിലുള്ള ട്യൂഷൻ ഫീസും ഇല്ല. എന്നാൽ വേറെ ചില ഫീസുകൾ തീർച്ചയായും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ 23 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സമയം. ഈ ഒരു സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സീറ്റുകളിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1 ഇയർ ഒരു 10 to 12 lakhs rupees ഫീസിനത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANG ഫ്രം RKNX. സോ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഒരു MBBS സീറ്റിന്റെ പ്രവേശന സാധ്യതകൾ എന്തൊക്കെയാണ്? അലോട്ട്മെന്റ് പ്രോസസ് എങ്ങനെയായിരിക്കും നടക്കുക? ഫീസ് സ്ട്രക്ചർ എന്താണ്? ഏത് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസിനാണ് യാതൊരു ഫീസും കൂടാതെ പഠിക്കാൻ സാധിക്കുക? ഏത് ഓൾ ഇന്ത്യ റാങ്കിൽ എത്തിയാലാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBSന് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക? ഈ കാര്യങ്ങളൊക്കെ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. യെസ്, ആദ്യം നമുക്ക് നമ്മുടെ കോളേജുകൾ നോക്കാം. ഇതൊക്കെ സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിൽ വരുന്ന കോളേജുകളാണ്. ഈ കോളേജുകളുടെ 100% സീറ്റും, അതായത് 100 സീറ്റ് ഉണ്ടെങ്കിൽ ആ 100 സീറ്റിലേക്കും പ്രവേശനം നടക്കുക കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലൂടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് സ്കോർ കിട്ടി. ഈ നീറ്റ് സ്കോർ നമ്മൾ സിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ റിസൾട്ടിന്റെ ബേസിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മുഴുവൻ സീറ്റുകളിലേക്കും പ്രവേശനം നടക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ തന്നെ ഉള്ള 100% സീറ്റിൽ 85% സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റുകളും 15% സീറ്റുകൾ NRI സീറ്റുകളുമാണ്. NRI കോട്ട വഴിയാണ് ആ 15%ത്തിലേക്ക് പ്രവേശനം നടക്കുക. NRI സീറ്റുകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാദറോ മദറോ ബ്ലഡ് റിലേഷനിലുള്ള ഫസ്റ്റ് കസിനോ സെക്കൻഡ് കസിനോ ഒക്കെ NRI ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ NRI സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ NRI സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതേപോലെ ഓരോ കോളേജിലും മൈനോറിറ്റി സീറ്റുകളുണ്ട്. മൈനോറിറ്റി കോട്ടയുണ്ട്. എല്ലാ കോളേജുകളിലും ഇല്ല. ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ വരുന്ന കോളേജുകൾ, ആ മാനേജ്മെന്റിന്റെ അണ്ടറിലുള്ള കോളേജുകളുടെ 35% സീറ്റുകൾ, 100 സീറ്റ് ഉണ്ടെങ്കിൽ 35 സീറ്റ്, അത്രയും സീറ്റ് മൈനോറിറ്റി വിഭാഗത്തിന് അർഹതപ്പെട്ടതാണ്. അത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെയോ മുസ്ലിം മാനേജ്മെന്റിലോ അണ്ടറിൽ വരുന്ന കോളേജാണ്. അത് ഏതൊക്കെ കോളേജാണെന്നുള്ളത് ഞാൻ പറയാം. അതേപോലെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ഉണ്ട്. 23 ഉച്ചയ്ക്ക് 12 മണി വരെ നിലവിൽ കീമില് യാതൊരു ഡേറ്റയും കൊടുക്കാത്ത കുട്ടികൾക്ക്, രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക്, അതേപോലെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് കോഴ്സ് ആഡ് ചെയ്യാനും ഒക്കെയുള്ള അവസരമുണ്ട്. അപ്പോൾ ചില കുട്ടികൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ റാങ്ക് 8000 ഉണ്ട്, പക്ഷേ കീമില് ഞങ്ങൾ എന്ത് ചെയ്തില്ല, രജിസ്റ്റർ ചെയ്തില്ല. ആ കുട്ടികൾക്കുള്ള ടൈമാണ് 23 ഉച്ചയ്ക്ക് 12 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഏതെങ്കിലും കോഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സ് ഏതെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. യെസ്, അതേപോലെ NRI സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം, ആഡ് ചെയ്യാം. മൈനോറിറ്റി സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ മൈനോറിറ്റി ആണെന്നുള്ളൊരു കാര്യം അവിടെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ടൈമാണ് 23 ഉച്ചയ്ക്ക് 12 മണി വരെ. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ഇടുക്കി നമ്മൾ നോക്കുകയാണ്. ഒരു മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. ഈ ഒരു കോളേജിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത അതിന് അർഹരായ എല്ലാവർക്കും 35% സീറ്റുകൾ, 150-ലെ 35% സീറ്റുകൾ മൈനോറിറ്റി സംവരണത്തിന് അർഹതയുണ്ട്. ആ 35% സീറ്റുകളിലേക്ക് ഈ വിഭാഗത്തിലെ കുട്ടികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതേപോലെ ഇനി നിങ്ങൾ നോൺ ക്രിമിലിയർ അല്ല, ക്രിമിലിയർ വിഭാഗത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ, സംവരണത്തിന് അർഹതയില്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കീമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനോറിറ്റി S എന്ന് കൊടുത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സീറ്റിൽ 35% മൈനോറിറ്റി സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഇനി അത് വിട്ടുപോയിട്ടുള്ള ആളുകളാണെങ്കിൽ 23 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വൺ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ 100 സീറ്റിൽ 35 സീറ്റുകൾ റിസർവ്ഡ് ആണ്. മൈനോറിറ്റി സംവരണമുള്ള കോളേജാണ്. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യൻ ആണെന്ന് തെളിയിക്കുന്ന ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ, കേരളയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതിലെ 35% സീറ്റുകൾക്ക് അർഹരായിരിക്കും. അങ്ങനെ അസീസിയ നോക്കുകയാണെങ്കിൽ മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. ബിലീവേഴ്സ് ചർച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജാണ്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നോർമൽ കോളേജ് ആണ്. യെസ്, അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മൈനോറിറ്റി കോളേജുകളിൽ EWS സംവരണം ഉണ്ടായിരിക്കില്ല. എന്നാൽ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് പോലത്തെ വയനാട്ടിലെ കോളേജുകളിൽ 10% EWS സംവരണമുണ്ട്. നോർമൽ കോളേജുകളിൽ MES എന്ന് പറയുന്നത് മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കുറേയധികം കോളേജുകളും മൈനോറിറ്റി റിസർവ്ഡ് ആയിട്ടുള്ള കോളേജുകളാണ്. അവിടെ തീർച്ചയായും 35% സംവരണം ലഭിക്കും.
ഓക്കെ, ഇതാണ് കോളേജുകളുടെ കേസ്. ഓരോ കോളേജിലെയും സീറ്റുകൾ പറയുകയാണെങ്കിൽ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തിരക്കുന്നതാണ് ഫീ സ്ട്രക്ചർ. പ്രൈവറ്റ് കോളേജുകളുടെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്? നമ്മളൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ട്യൂഷൻ ഫീ എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു 7 lakh to 8 lakh, 7 lakhന് മുകളിലാണ് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളുടെയും ട്യൂഷൻ ഫീസ് വരുന്നത്. എന്നാൽ SC, ST, ധീവര, OEC, KU, KN കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് യാതൊരുവിധ ട്യൂഷൻ ഫീയും ഈ കോളേജുകൾ അടയ്ക്കേണ്ടതായിട്ടില്ല. അവർക്ക് ഗവൺമെന്റ് കോളേജുകളിലോ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ ട്യൂഷൻ ഫീ ഇല്ല. ഏതൊക്കെ കാറ്റഗറിയാണ്? SC കാറ്റഗറി, ST കാറ്റഗറി, KU കുടുംബി കാറ്റഗറിയാണ്, KN കുഷവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. ദെൻ ബാക്ക്വേർഡ് ഹിന്ദുവിലും ബാക്ക്വേർഡ് ക്രിസ്ത്യനിലും പല അധികം കാസ്റ്റുകളെ OECയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ OEC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കും യാതൊരു വിധത്തിലുള്ള ട്യൂഷൻ ഫീയും അടക്കേണ്ടതായിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് വേറെ കുറെ എക്സ്ട്രാ ഫീസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ കോളേജുകളുടെയും ട്യൂഷൻ ഫീ. KMCT മെഡിക്കൽ കോളേജ് മുക്കം എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് മുസ്ലിം മൈനോറിറ്റി കോളേജ്. 8 lakhs rupees ആണ് അവിടുത്തെ ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓരോ വർഷവും നിങ്ങൾ ട്യൂഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 5 വർഷം നിങ്ങൾ ഫീസ് അടയ്ക്കണം. ആദ്യത്തെ വർഷമാണ് ഏറ്റവും കൂടുതൽ ഫീസ് വരിക. ട്യൂഷൻ ഫീ ഒരു 8 lakh വരും ജനറലായിട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും. യെസ്, ആൻഡ് അതിപ്പോൾ നിങ്ങൾ മൈനോറിറ്റി കോളേജിലാണ് കയറുന്നെങ്കിൽ പോലും ട്യൂഷൻ ഫീ സെയിം ആയിരിക്കും കേട്ടോ. ട്യൂഷൻ ഫീ ഇത്രയും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ആൻഡ് ഓരോ കോളേജുകളിലും ഈ ട്യൂഷൻ ഫീ കൂടാതെ ഒരു സ്പെഷ്യൽ ഫീ ഉണ്ടായിരിക്കും. ഓക്കെ, സ്പെഷ്യൽ ഫീ ഓരോ കോളേജിനനുസരിച്ച് സ്പെഷ്യൽ ഫീ വേരി ചെയ്യും. 50,000 മുതൽ 1.5, 1.25 ഒക്കെ സ്പെഷ്യൽ ഫീ വാങ്ങുന്ന കോളേജുകളുണ്ട്. യെസ്, നമ്മൾ മലബാർ മെഡിക്കൽ കോളേജ് നോക്കുകയാണെങ്കിൽ 1,25,000 വരുന്നുണ്ട്, 1,80,000 വരുന്നുണ്ട് അവിടുത്തെ സ്പെഷ്യൽ ഫീ. ഫസ്റ്റ് ഇയറിലെ ഫീ ആണ് സ്പെഷ്യൽ ഫീ. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയറിലേക്ക് പോകുമ്പോൾ സ്പെഷ്യൽ ഫീ അവർ റെഡ്യൂസ് ചെയ്യും. 67,000 മറ്റോ ആണ് അവിടുത്തെ സെക്കൻഡ് തേർഡ് ഇയറിലെ സ്പെഷ്യൽ ഫീ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഏകദേശം 1 ലക്ഷം രൂപയോളം നിങ്ങൾ സ്പെഷ്യൽ ഫീ ആയിട്ട് എക്സ്ട്രാ സേവ് ചെയ്ത് വെക്കണം. ഈ സ്പെഷ്യൽ ഫീ കൂടാതെ ഇനി കുറച്ചധികം ഫീസുകൾ കൂടി കാണും. കോഷൻ ഡെപ്പോസിറ്റ് കാണും, ലൈബ്രറി ഫീ ഉണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ ഉണ്ട്, എക്സാമിനേഷൻ ഫീ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഫീ ഉണ്ട്, ID കാർഡിൻ്റെ ഫീ ഉണ്ട്. സോ അതെല്ലാം കൂടെ ചേർത്തൊരു 10,000 to 20,000 നമ്മൾ എക്സ്ട്രാ അതിനും കാണേണ്ടതായിട്ടുണ്ട്. യെസ്, ഒരു 10,000 ആയിരിക്കും 20,000 വരെ വരുന്ന കോളേജുകളുണ്ട്. ഇത് കൂടാതെ ഹോസ്റ്റൽ ഫീ ഉണ്ട്. ഹോസ്റ്റൽ ഫീ ഇതേപോലെ തന്നെയാണ്. ഒരു 50,000 തൊട്ട് 1.25 ലക്ഷം വരെ വരുന്ന കോളേജുകളുണ്ട്. നമുക്കൊരു മിനിമം 50,000 എടുക്കാം. യെസ്, ഒരു 50,000 അതായി. ആൻഡ് ദെൻ മെസ് ഫീ ഉണ്ട്. ഗവൺമെൻറ് കോളേജുകളുടെ മെസ് ഫീ പറയുകയാണെങ്കിൽ കാലിക്കട്ടൊക്കെ 3,000 ആണ് 1 മന്തിൽ വരുന്നത്. അത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ 50,000 തൊട്ട് വേരി ചെയ്യും മെസ് ഫീ. ആ ഒരു ഇനത്തിൽ അത്രയും രൂപ കാണേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയുമാണ് ടോട്ടൽ ഫീ ആയിട്ട് ഒരു വർഷം നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഇങ്ങനെ 5 വർഷം നിങ്ങൾ ഫീസ് അടയ്ക്കണം. ഇതിൽ കോഷൻ ഡെപ്പോസിറ്റും കാര്യങ്ങളും അടുത്ത വർഷത്തേക്ക് വേണ്ട, സെക്കൻഡ് ഇയറിലേക്ക് വേണ്ട. അതേപോലെ സ്പെഷ്യൽ ഫീ റെഡ്യൂസ് ചെയ്യും ഓരോ വർഷവും. ഫസ്റ്റ് ഇയറിൽ അത്രയും സ്പെഷ്യൽ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരില്ല. സെക്കൻഡ് ഇയറിൽ 87,000, 60,000 ഒക്കെ സ്പെഷ്യൽ ഫീ വരുന്ന കോളേജുകളുണ്ട്. അത് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അനുസരിച്ച് ആ ഒരു സ്പെഷ്യൽ ഫീ വേരി ചെയ്യും. യെസ്, അപ്പോൾ ഇത്രയുമാണ് ഫീ സ്ട്രക്ചർ. ഇനി ഏത് റാങ്ക് കിട്ടിയവർക്കാണ് ഓരോ കോളേജിലും കഴിഞ്ഞ വർഷം അവസാനമായിട്ട് സീറ്റ് ലഭിച്ചത്? ഓപ്പൺ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ 10,095 ആണ് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് കിട്ടിയ കുട്ടിയുടെ റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 1 lakhനോട് അടുപ്പിച്ചു വന്നപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1 lakh ഉണ്ടെങ്കിൽ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ കൂടി നമുക്കൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈഴവ കാറ്റഗറി. 10,510 ആണ് സ്റ്റേറ്റ് റാങ്ക് വന്നിരിക്കുന്നത്. 1,14,343 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 11,694, 1,30,130 ആണ് കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. LA കാറ്റഗറി 13,192, 1,51,373 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. ധീവര കാറ്റഗറിയാണ് 11,228 ആണ് കുട്ടിയുടെ സ്റ്റേറ്റ് റാങ്ക്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 1,23,801. VK കാറ്റഗറി വിശ്വകർമ്മ ആണ് 12,854, 1,46,517 ആണ് ഓൾ ഇന്ത്യ. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 10,157, 1,98,89 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിക്ക് 12,605 കേരള റാങ്ക്, 1,43,064 ഓൾ ഇന്ത്യ റാങ്ക്. KN കാറ്റഗറി 14,881 ആണ് സ്റ്റേറ്റ് റാങ്ക്, 1,78,174 ഓൾ ഇന്ത്യ റാങ്ക്. KU കാറ്റഗറി 23,430 കേരള റാങ്ക്,
ഓൾ ഇന്ത്യ റാങ്ക് 3,77,612. SC കാറ്റഗറി 16,710 കേരള റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് വന്നപ്പോൾ 2,10,635 കിട്ടിയത്. ST കാറ്റഗറി 25,507 സ്റ്റേറ്റ് റാങ്ക്. 4,53,606 ഓൾ ഇന്ത്യ റാങ്കിന് MBBS കിട്ടിയിട്ടുണ്ട്. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. 16,957 കേരള റാങ്ക്. 2,15,141 ഓൾ ഇന്ത്യ റാങ്ക്. സോ ഇതാണ് പ്രൈവറ്റ് കോളേജുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.